dear aspirants, welcome to Salem Banking. അപ്പോൾ നമ്മളുടെ ഈ വർഷം വരാനിരിക്കുന്ന ഏത് ബാങ്ക് എക്സാംസ് നോക്കിക്കോ, അത് RRB PO ആയിക്കോട്ടെ, RRB ക്ലർക്ക് ആയിക്കോട്ടെ, IBPS PO, IBPS ക്ലർക്ക്, അതേപോലെ തന്നെ SBA PO, SBA ക്ലർക്ക്, RB അസിസ്റ്റന്റ്, കൂടാതെ എല്ലാ ഇൻഷുറൻസ് എക്സാമിനും നമ്മുടെ റീസണിംഗ് സെക്ഷനിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അതിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റിലെ പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരു മിനിറ്റിൽ 1.5 മിനിറ്റിൽ എങ്ങനെയാണ് കണ്ടീഷൻസ് ഒക്കെ എഴുതി ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് വളരെ ഈസി ആക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മളുടെ ടോപ്പിക്സിലേക്ക് കടക്കാം. അപ്പൊ എന്താ ഈ പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്? വാട്ട് യു മീൻ ബൈ പാരലൽ ലൈൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ ഈ പാരലൽ ലൈൻസ്? പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടിമുട്ടാത്ത രണ്ട് ലൈൻസിനെ പാരലൽ ലൈൻസ് എന്ന് പറയാം, അല്ലെ? അപ്പൊ പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്തായിരിക്കും? ഇതേപോലെ തന്നെ നമ്മളെ പാരലൽ ലൈൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു തിയേറ്ററിലെ സിനിമ കാണാനിരിക്കാം. ഇപ്പൊ ഇതാണ് നമ്മളുടെ സ്ക്രീൻ എന്ന് വെച്ചു, അല്ലെങ്കിൽ നമ്മൾ പണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ എങ്ങനെയായിരുന്നിട്ടുണ്ടായിരിക്കാം, നമ്മൾ ഇപ്പൊ മേ ബി നമ്മുടെ ടീച്ചർ ഇവിടെ നിന്നിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് കരുതുക. ജസ്റ്റ് ഞാനൊരു ഡയഗ്രാം വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ടീച്ചർ ഇവിടെ നിന്നിട്ടാണ് പഠിക്കാൻ, നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും നമ്മൾ ബെഞ്ചിൽ ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇതിപ്പോ ഞാൻ നമ്മുടെ സ്റ്റുഡൻസിനെയാണ് വരച്ചതെങ്കിൽ സ്റ്റുഡൻസ് എല്ലാം ഇങ്ങോട്ട് നോക്കിയല്ലേ ഇരിക്കുക, അല്ലെങ്കിൽ ടീച്ചറിനെ ഫേസ് ചെയ്ത് ബോർഡിനെ ഫേസ് ചെയ്തായിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു തിയേറ്ററിലാണെങ്കിൽ നമ്മൾ സ്ക്രീനിനെ ഫേസ് ചെയ്തിട്ടായിരിക്കാം. അപ്പൊ എന്റെ ഒരു ചോദ്യം, നമുക്ക് ഇങ്ങനെ മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ? അല്ല, നമുക്ക് വേണമെങ്കിൽ ഈ ഡയറക്ഷനിലോട്ടും ഫേസ് ചെയ്തിരിക്കാലോ. ഞാൻ നേരത്തെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ പേഴ്സൺസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഡയറക്ഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ക്ലാസ്സിലിരുന്നത് ഇത് തന്നെ പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇപ്പൊ എല്ലാവരും ഒരേ ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണ്ട ഇതൊരു പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലേ? ഇപ്പൊ വേണ്ട ഇവിടെ ഒരു 4 പേര്, ഇവിടെ ഒരു 4 പേര്, ഈ റോയിലുള്ളവർ വേണ്ട ഈ ആൾക്കാരെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നു. ഇതൊരു പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലേ? നമ്മള് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മള് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് ഇങ്ങനെ ഫേസ് ടു ഫേസ് അല്ലേ? ഇതൊരു പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആ ശരിക്കും, അല്ലെ? ഇതും ശരിക്കും എന്താണ്? ഒരു പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. പാരലൽ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ എന്ത് ചെയ്യും? ഈ ലൈൻസ്, പാരലൽ ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഇത് തന്നെ ഫേസ് ടു ഫേസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നേരത്തെ നമ്മൾ വരച്ച ടൈപ്പ് ഒരേ ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. കൂടുതൽ പ്രിലിംസിന് ചോദിക്കുന്നത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? വളരെ വേഗത്തിൽ ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് അറിവുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എങ്കിൽ ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യാതെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് തനിയെ ചെയ്യുക. ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും ഒന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് തനിയെ ആസ്പിറൻസിനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. കാരണം നമ്മുടെ ബാങ്ക് എക്സാമിന് എപ്പോഴും ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി മെയിൻസിന് ചോദിക്കുന്നതാണ്. സോ അങ്ങനെ ഒരു പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ട്രൈ ചെയ്തത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിയപ്പോൾ നമ്മൾ സ്റ്റക്കായോ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ തനിയെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത് ഒരു തവണ വായിച്ചിട്ട് തനിയെ ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കാം. ഓക്കെ, എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹിയർ 10 persons are sits in 2 parallel row facing each other. ഇവിടെ ടോട്ടൽ 10 പേഴ്സൺസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫേസിങ് ഈച്ച് അതർ എന്ന് പറയുന്നുണ്ട്. ഇവര് ഫേസ് ടു ഫേസ് ആണ് ഇരിക്കുന്നത്. ഇൻ റോ 1 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ തൊട്ട് മുന്നേ ഞാൻ ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞില്ലേ, ഇതിന്റെ അകത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇത് റോ 1 റോ 2 അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് റോ 1 ഏതാ റോ 2 ഏതാന്ന് നമ്മുടെ ഇഷ്ടത്തിന് റോ 1 റോ 2 എന്ന് കൊടുക്കാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്.
ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും സൗത്തിലേക്കാ ഫേസ് ചെയ്യുന്നത്, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നോർത്തിലേക്കാ ഫേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് അവർ പറയും റോ 1ലുള്ള ആൾക്കാർ ഇന്ന ആൾക്കാരാണ്, അവർ സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റോ 2ലുള്ള ആൾക്കാർ നോർത്തിലേക്കാണോ സൗത്തിലേക്കാണോ എന്ന് എടുത്ത് പറയും. അതിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ റോ 1 റോ 2 കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നോക്കാം നമുക്ക്. ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻ റോ 1 U, V, W, X and Y are facing towards south. ഇവർ ഏത് ഡയറക്ഷനിലേക്കാ? സൗത്തിലേക്കാണ്. ആൻഡ് റോ 2 B, C, D, E and F are facing north. അപ്പൊ ഓരോ റോയിലും ഏത് പേഴ്സൺ ആണ്, അവരുടെ ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട്, അവരുടെ ഡയറക്ഷനും തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സ്ട്രക്ചർ ഇങ്ങോട്ടേക്ക് വരച്ചാൽ ശ്രദ്ധിക്കുക, ഞാനിപ്പോ സ്ട്രക്ചർ ഇങ്ങോട്ടേക്ക് വരച്ചാൽ ഇവിടെ 1 2 3 4 5 നമ്മളോട് പറഞ്ഞു റോ 1ലുള്ള ആൾക്കാർ ആരൊക്കെയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് U, V, W, X, Y. ഞാൻ ഇവിടെ പേഴ്സൺസ് ഏതാണ് റോ 1ലുള്ളത്, അല്ലെങ്കിൽ റോ 2ലുള്ള പേഴ്സൺസ്. റോ 2ലുള്ള പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ B, C, D, E, F ആണ്. ഇത്രയും പേഴ്സൺസ് ആണ് നമുക്ക് റോ 2ലുള്ളത്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇതെന്തിനാ ഈ ആൾക്കാരെ അറിയുന്നത്? ഫോർ എക്സാമ്പിൾ റോ 1ലുള്ള ആൾക്കാർ എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സൗത്തിലേക്കാ ഫേസ് ചെയ്യുന്നത്. റോ 2ലുള്ള ആൾക്കാര് നോർത്തിലേക്കുമാണ് ഫേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നോർത്തിലേക്ക് ഫേസ് ചെയ്താലും സൗത്തിലേക്ക് ഫേസ് ചെയ്താലും ലെഫ്റ്റും റൈറ്റും ഒക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അറിയണം. ഓൾറെഡി നമ്മൾ നേരത്തെ ഡയറക്ഷൻ ടെസ്റ്റും ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റിനകത്തിലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മൾ ഡയറക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്വന്തം ഡയറക്ഷൻ എന്തായിട്ട് അസ്യൂം ചെയ്യുക? നോർത്തായിട്ട്. നമുക്കൊരു ഡയറക്ഷൻ ടെസ്റ്റ് പഠിക്കുമ്പോൾ നമുക്കൊരു ഫണ്ടമെന്റൽ ഫിഗർ ഉണ്ട്. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. നമ്മൾ ഈ 4 കാർഡിനൽ ഡയറക്ഷൻസിന്റെയും ലെഫ്റ്റും റൈറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയണം. നമ്മൾ നമ്മുടെ സ്വന്തം ഡയറക്ഷൻ എന്തായിട്ട് അസ്യൂം ചെയ്യുക? നോർത്ത് ആയിട്ട് അസ്യൂം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇത് നോർത്ത് ആണെങ്കിൽ നമ്മളുടെ തന്നെ റൈറ്റ് സൈഡ് ആയിരിക്കും റൈറ്റ്, നമ്മളുടെ തന്നെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ലെഫ്റ്റ്. സോ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് എന്ന് പറയുന്നത് ഇത്, ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇത്. അങ്ങനാണെങ്കിൽ സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ നേരെ തിരിയത്തില്ലേ? ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. ഇപ്പൊ നോർത്തിലേക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നോർത്തിലേക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന സമയത്ത് എയുടെ സെക്കൻഡ് ടു റൈറ്റ് ആണ് ബി. ശ്രദ്ധിക്കണേ, എയുടെ സെക്കൻഡ് ടു റൈറ്റ് ആണ് ബി എന്ന് നമ്മൾ ഇങ്ങനെയാ എഴുതുക. ഇവിടെ എല്ലാ ആൾക്കാരും എങ്ങോട്ടേക്കാ ഫേസ് ചെയ്യുന്നത്? നോർത്തിലേക്കാ ഫേസ് ചെയ്യുന്നത്. പക്ഷെ അതേ കണ്ടീഷൻ എയുടെ സെക്കൻഡ് ടു റൈറ്റിൽ ബിന്ന് നോർത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം. സൗത്തിലാണെങ്കിലോ എയുടെ സെക്കൻഡ് ടു റൈറ്റിൽ ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇതെന്തിനാ എടുത്തു പറയുന്നതെന്നറിയോ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു റോ 1ലുള്ള ആൾക്കാരെല്ലാം സൗത്തും റോ 2ലുള്ള ആൾക്കാരെല്ലാം നോർത്തിലേക്കും ആ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ സൗത്തിൽ ഫേസ് ചെയ്യുന്ന U, V, W, X and Yയും നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന B, C, D, E, Fഉം അതാത് ഡയറക്ഷനിൽ കണ്ടീഷൻ നോട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടീഷൻസ് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തിരിച്ചു മറിച്ചും ഒക്കെ ചെയ്യാം. പക്ഷെ എപ്പോഴും ഞാൻ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നമ്മളുടെ ബ്രെയിനിനെ എന്താക്കാതിരിക്കുക? കൺഫ്യൂസ് ആക്കാതിരിക്കുക. ഇപ്പൊ ഇവിടെ U, V, W, X and Y ഇവരെ സൗത്താ. അപ്പൊ ഇവരുടെ എന്തെങ്കിലും കണ്ടീഷൻ പറയുമ്പോൾ സൗത്ത് എടുത്ത് തന്നെ മാർക്ക് ചെയ്യുക, ഇവരുടെ കണ്ടീഷൻസ് നോർത്ത് എടുത്ത് തന്നെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് കണ്ടീഷൻസ് നോട്ട് ചെയ്താലോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കണ്ടീഷൻസ് എഴുതുന്ന സമയത്ത് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ഇവിടെയാണ് U, V, W, X, Y, Z ഉം അതേപോലെ തന്നെ B, C, D, E, F എന്ന് പറയുന്നത് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നതെന്നും നമുക്കൊരു ബോധം ഉണ്ടായിരിക്കാം. എങ്കിലും നമുക്ക് കണ്ടീഷൻസിലേക്ക് കടക്കാം. ഇവിടെ നോക്കിക്കേ, ബാക്കി എന്തൊക്കെയാ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഓൾ ദി ഇൻഫർമേഷൻ ആർ നോട്ട് നെസസറി ഇൻ ദി സെയിം ഓർഡർ. നമുക്ക് നോക്കാം. ഈ സിറ്റ്സ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് സി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സിറ്റ്സ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഈ BCD അല്ലെങ്കിൽ BCDEF നോർത്തിലേക്കാ ഫേസ് ചെയ്യുന്നത്. അവരുടെ കണ്ടീഷൻ അങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. ഈ സിറ്റ്സ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് സി. ഞാൻ കണ്ടീഷൻ എഴുതുന്ന രീതി ശ്രദ്ധിച്ചോ. ഈ സിറ്റ്സ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് സി. അപ്പൊ ഈ സിറ്റ്സ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഈ ഇവിടെ വരാം, സി ഇവിടെ വരാം, അല്ലെങ്കിൽ ഈ ഇവിടെ വരാം, സി ഇവിടെ വരാം. ഈ രണ്ട് പോസിബിലിറ്റി മാത്രമല്ലേ ഉള്ളത്? ശ്രദ്ധിച്ചേ, ഈ ഇവിടെ വരാം, സി ഇവിടെ വരാം, അല്ലെങ്കിൽ ഈ ഇവിടെ വരാം, സി ഇവിടെ വരാം. ഈ 2 പോസിബിലിറ്റി മാത്രമാണ് ഉള്ളത്.
കാര്യം എന്താ? അല്ല, ഇവിടെയുണ്ട്, ഈ പോസിബിലിറ്റിയും കൂടെ ഉണ്ട്, ഇതും കൂടെ ഇല്ലേ? ഈ ഒരൊറ്റ കണ്ടീഷനിൽ നോക്കുമ്പോൾ ഈ ഇവിടെ വരാം, സി ഇവിടെ വരാം, ഈ ഇവിടെ വരാം, സി ഇവിടെ വരാം, അറ്റ് ദ സെയിം ടൈം ഈ ഇവിടെയും വരാം, സി ഇവിടെയും വരാം. ഈ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുമ്പോൾ എഫ് സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി. ശ്രദ്ധിച്ചേ, സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാ എഫ്, സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാ എഫ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഇവിടെ വന്നാൽ സി ഇവിടെ വരാം, എഫ് ഇവിടെ വരാം. അല്ലെങ്കിൽ ഈ ഇവിടെ വന്നാൽ സി ഇവിടെ വരാം, എഫ് ഇവിടെ വരാം. രണ്ട് പോസിബിലിറ്റി, ഈ രണ്ട് പോസിബിലിറ്റി മാത്രമാണുള്ളത്. ബാക്കി കണ്ടീഷൻസിലേക്ക് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരേ സമയം എന്ത് ചെയ്യാം? രണ്ട് പോസിബിലിറ്റി പോകാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെറിയൊരു പോസിബിലിറ്റി ആയിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഒരേ സമയം നമ്മൾ എപ്പോഴും ഒരേ സമയം രണ്ട് പോസിബിലിറ്റി പോകേണ്ടതാണോ? എവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റും? ഇപ്പൊ നോക്കിക്കേ, വേണ്ട ഒരു പോസിബിലിറ്റിയിലെ ഇ സിറ്റ്സ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് സി ആൻഡ് ഇമ്മീഡിയറ്റ് റൈറ്റിൽ എഫ്. ഒരു പോസിബിലിറ്റിയിൽ ഇ ഇവിടെ, സി ഇവിടെ, എഫ് ഇവിടെ. ഒരേ സമയം എന്ത് പോകാം? രണ്ട് പോസിബിലിറ്റി പോകാം. ഇതല്ലാതെ വേറെ ഇല്ല. ബാക്കി കണ്ടീഷൻസിലേക്ക് നമുക്ക് കടക്കാം. യു ഡസ് നോട്ട് സിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി റോ. യു എന്ന് പറയുന്ന ആള് എൻഡിൽ വരാൻ പാടില്ല. യു എന്ന് പറയുന്ന ആള് എൻഡിൽ വരാൻ പാടില്ല. നെയ്തർ ഇ നോർ സി സിറ്റ്സ് ഓപ്പോസിറ്റ് ടു യു. ശ്രദ്ധിക്കണേ, ഇതേണ്ട ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ള? ഞാൻ ഇവിടെ കണ്ടീഷൻ മാർക്ക് ചെയ്യാം. അതായത് യു എവിടെ വരാൻ പാടില്ല? എൻഡിൽ വരാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം ഇയെയും സിയെയും ഫേസ് ചെയ്യാൻ പാടില്ല. ഞാൻ കണ്ടീഷൻ എഴുതിയ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് യുവിനെ ഇയും സിയും ഫേസ് ചെയ്യാൻ പാടില്ല. യു ആണ് മുകളിൽ വരേണ്ടത് അല്ലെ? യു എൻഡിൽ വരാൻ പാടില്ല. ഇയെയും സിയെയും ഫേസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, വേണ്ട ഈ പോസിബിലിറ്റിയില് യു ഇവിടെ വരത്തില്ല, എൻഡായിപ്പോ. യു ഇവിടെ വരത്തില്ല, എൻഡായിപ്പോ. പിന്നെ ഇവിടെയും വരത്തില്ല. കാരണം ഇവിടെ രണ്ടിടം വന്നാൽ ഇയും സിയും വരും. അത് വരരുത്. അപ്പൊ 100% യു ഇവിടല്ലേ വരാൻ സാധ്യതയുള്ളൂ. വേറെ ഒരൊറ്റ പോസിബിലിറ്റിയും യുവിനില്ല. ഇവിടുത്തെ കേസിൽ നോക്കിക്കേ, യു ഇവിടെ വരത്തില്ല, ഇവിടെയും വരത്തില്ല. പക്ഷെ ദണ്ട് ഇവിടെ രണ്ടിടവും വരാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. വീണ്ടും അതിന്റെ പോസിബിലിറ്റി അടുത്തതെടുത്ത് പോകരുത്. നമുക്ക് മുന്നോട്ടേക്ക് കണ്ടീഷൻസ് നോക്കാം. W sits second to the left of you. കണ്ടോ? W sits, ഈ കണ്ടീഷൻ ഞാൻ തുടയ്ക്കാം. നമുക്ക് കണ്ടീഷൻസ് എഴുതാനുള്ളൊരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ്. നോക്കിക്കേ, W സിറ്റ്സ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് യു. യുവിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിലാ W. ഞാൻ കണ്ടീഷൻ എഴുതിയ രീതി ശ്രദ്ധിച്ചോ? ഇവരെല്ലാവരും സൗത്തിലോട്ടാ. ഞാൻ ആ സൗത്ത് എടുത്ത് തന്നെ കണ്ടീഷൻ എഴുതിയ. യുവിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റില് എല്ലാ ആൾക്കാരും സൗത്തിലേക്കാ. സൗത്ത് ഉള്ള ആൾക്കാരുടെ കണ്ടീഷൻസ് സൗത്ത് എടുത്ത് തന്നെ മാർക്ക് ചെയ്യുക. യുവിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിലാണ് W. അപ്പൊ യു ഇവിടെ വന്നാൽ W എനിക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ മാത്രം ആ സ്ഥലം. അപ്പൊ ഇവിടുത്തെ കേസ് നോക്കിക്കേ, ഞാൻ ഇവിടെയും വരത്തില്ല. പക്ഷെ യു ഇവിടെ വരുവോ? യു ഇവിടെ വന്നാൽ യുവിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റ് W കൊടുക്കാൻ സ്ഥലമില്ല. അപ്പൊ 100% ഉറപ്പിച്ചോ, യു ഇവിടെ സെക്കൻഡ് ടു ലെഫ്റ്റില്, ആരിവിടെ? W ഇവിടെ. ദാറ്റ്സ് ഇറ്റ്. ഇനി ബാക്കി കണ്ടീഷൻസിലേക്ക് കടക്കാം. വി ആൻഡ് ബി സിറ്റ്സ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. വിയും ബിയും ഓപ്പോസിറ്റാ. നമ്മൾ ആ കണ്ടീഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വി എന്ന് പറയുന്നത് മുകളിലും ബി എന്ന് പറയുന്നത് താഴെയുമാ. ഇവിടെ എനിക്ക് ബി വരാൻ ഒന്നുകിൽ ഇവിടെ സ്ഥലമുണ്ട്. പക്ഷെ ബി ഞാൻ ഇവിടെ കൊടുത്താൽ ഇവിടെ എനിക്ക് വി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 100% വി ഇവിടെ, ബി ഇവിടെ. ഇപ്പൊ ബി ഇവിടെ വരാൻ പറ്റൂ, വി ഇവിടെ, മിച്ചം വന്ന ഡി ഇവിടെ. കണ്ടോ? കണ്ടീഷൻസ് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് കണ്ടോ? ഇവിടുത്തെ കേസിൽ എനിക്ക് വി ഇവിടെ വന്നാൽ ബി കൊടുക്കാൻ പറ്റില്ല, വി ഇവിടെ വന്നാൽ ബി കൊടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് വിയും ബിയും കൊടുക്കാൻ വി ഇവിടെ, ബി മാത്രമേ സ്ഥലമുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ എനിക്ക് എല്ലാം ഫിക്സ്ഡ് ആയി. ഇവിടെയും ഇ ബി സി ഡി ഇവിടെ വരും. ആൻഡ് അടുത്ത കണ്ടീഷൻ നോക്കിക്കേ. അടുത്ത ലാസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നേ? നമ്പർ ഓഫ് പേഴ്സൺ സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് എക്സ് ഈസ് സെയിം ആസ് ദി നമ്പർ ഓഫ് പേഴ്സൺ സിറ്റ്സ് ടു ദി റൈറ്റ് ഓഫ് വൈ. അതായത് എന്താ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്? എക്സിന്റെ ലെഫ്റ്റിലുള്ളത്, എക്സ് എന്ന് പറയുന്നത് സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ആളാണ്. എക്സിന്റെ ലെഫ്റ്റിലുള്ളതും വൈയുടെ റൈറ്റിലുള്ളതും സെയിം ആണ്. ഒറ്റയടിക്ക് എനിക്ക് പറയാം, ഇവര് രണ്ടുപേരും പെയേഴ്സാ.
ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിൽ എക്സ് ഇവിടെ വന്നാൽ എക്സിന്റെ ലെഫ്റ്റിൽ ഒരാള്, അപ്പൊ വൈയുടെ റൈറ്റിലും ഒരാളെ വരാൻ പാടുള്ളൂ. കണ്ടോ, ഈ രണ്ട് പൊസിഷൻസ് പെയേഴ്സാ, ഇവരും പെയേഴ്സാ. പക്ഷെ ഇവിടുത്തെ കേസിൽ എനിക്ക് പെയറിംഗ് കോൺസെപ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെയും പെയർ ആക്കണമെങ്കിൽ ഇവിടെ വി ഉണ്ട്, പറ്റില്ല. ഇവിടെ യു ഉണ്ട്, ഇതും പറ്റില്ല. സോ ഈ ഒരൊറ്റ കണ്ടീഷനിൽ എനിക്ക് എക്സും വൈയും കൊടുക്കാൻ പറ്റുന്നില്ല. ഈ പോസിബിലിറ്റി എലിമിനേറ്റഡ്. കണ്ടോ, ക്ലിയർ ആകുന്നുണ്ടോ? ഇവിടുത്തെ കേസിൽ ഞാൻ എക്സ് ഇവിടെ കൊടുത്താൽ വൈ കൊടുക്കാൻ പറ്റില്ല. എക്സ് എനിക്ക് ഇവിടെ വൈയും ഡബ്ല്യു ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ രണ്ടിടത്ത് എക്സും വൈയും കൊടുത്താൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. കാരണം ഇവിടെ ഞാൻ എക്സ് കൊടുത്താൽ എക്സിന്റെ ലെഫ്റ്റിൽ 2 പേരാ, അപ്പൊ വൈയുടെ ലെഫ്റ്റിലും 2 പേര് വരണം. ഇവിടെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ പോസിബിലിറ്റി എന്തായി? എലിമിനേറ്റ് ആയി. പക്ഷെ ഇപ്പൊ എനിക്ക് 100% ഉറപ്പിക്കാം, ഇതാണ് എന്ത് വരിക? ആൻസർ വരിക. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ആ പെയറിംഗ് കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. പസിൽസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റിലും ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ബോക്സ് ബേസ്ഡ് ആയിരിക്കുമ്പോഴത്തേക്കിന് എയ്ക്ക് മുകളിൽ എത്ര ബോക്സസ് ഉണ്ടോ അത്രയും ബോക്സസ് ബിക്ക് താഴെയുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിരിക്കുമ്പോൾ ഇന്നാളുടെ ലെഫ്റ്റിൽ എത്ര പേരുണ്ടോ അത്രയും ആള് ഇന്നാളുടെ റൈറ്റിലുണ്ട്. അത് പെയറിംഗ് കോൺസെപ്റ്റാ. എല്ലാ സീറ്റിംഗ് അറേഞ്ച്മെന്റിനകത്തിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. സോ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ വെരി 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 ഇമ്പോർട്ടൻറ്റ് വൺ. അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആ ഒരു കാര്യം. ഇനി ലാസ്റ്റ് ഒരു കണ്ടീഷനൂടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? വൈ ഡസ് നോട്ട് ഫേസ് ഇ. വൈ ഇയെ ഫേസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നോക്കിക്കേ, വേണ്ട. ഇനിയിപ്പോ ഈ കണ്ടീഷൻ അങ്ങ് തുടച്ചു കളയാം, കാരണം നമുക്ക് ഇത് ആവശ്യമില്ല. ഇത് ഈ പോസിബിലിറ്റി അല്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവും, വൈ ഓർ എക്സ് ഇവിടെ. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വൈ ഇയെ ഫേസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആര് വരാൻ പാടില്ല? വൈ വരാൻ പാടില്ല. ഇവിടെ വൈ വന്നാൽ ഇയെ ഫേസ് ചെയ്യും, പറ്റത്തില്ല. സോ 100% എക്സ് ഇവിടെ, ഇ ഇവിടെ, ക്വസ്റ്റ്യൻ സോൾവ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ കാര്യം. ഈ പറയുന്ന ഓരോ കണ്ടീഷൻസും ഒരു തവണ വായിക്കുക. ഞാൻ പറയുന്നത് പോലെ കണ്ടീഷൻസ് നോട്ട് ചെയ്യുക. നിങ്ങൾ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ മാസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഈ പറയുന്ന ഓരോ സെന്റൻസും എന്താണെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കാനായിട്ട് പറ്റണം. ക്ലിയർ ആയോ? ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കാനായിട്ട് പറ്റണം. എങ്കിലേ കാര്യമുള്ളൂ. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, പെട്ടെന്ന് നമ്മളോട് പറയാണ് എക്സിന്റെ റൈറ്റിലുള്ളതും വൈയുടെ ലെഫ്റ്റിലുള്ളതും സെയിം ആണ്. അപ്പൊ കണ്ടീഷൻസ് എങ്ങനെയാ നോട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇന്നാളുടെ 3rd to റൈറ്റ് അല്ലെങ്കിൽ ഇന്നാളുടെ 4th to ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എയുടെ 3rd to റൈറ്റിൽ ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ടീഷൻ നോട്ട് ചെയ്യണം. ഇവര് നോർത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ എയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ബി സൗത്ത് ആണെങ്കിൽ ഇങ്ങനെ കണ്ടീഷൻ നോട്ട് ചെയ്യണം എന്നുള്ളത് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ സെന്റൻസസ് വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അത്രയും സമയം ഒരിക്കലും നമുക്ക് എവിടെ കിട്ടില്ല, എക്സാമിന് കിട്ടില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഓരോ സെന്റൻസസും ഒരു തവണ വായിച്ച് കണ്ടീഷൻസ് നോട്ട് ചെയ്ത് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. ഇതിപ്പോ നമുക്ക് ഓർഡർ ആണ് കിട്ടിയത്. ഏത് സബ് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. ഇപ്പൊ നമ്മളോട് ചോദിക്കും ബിയുടെ 2nd to റൈറ്റ് ആരാ? ഡി. ഇവിടെ ഡയഗണലി ഓപ്പോസിറ്റ് പേഴ്സൺസ് ആരാണ്? ബിയും എഫും ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. ഡബ്ല്യുവും ബിയും ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. ഡബ്ല്യുവിന്റെ 3rd to റൈറ്റിൽ ആരാ? ഡബ്ല്യുവിന്റെ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റിൽ യു ആണ്. എന്ത് സബ് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നന്നായിട്ട് മനസ്സിലായോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റ്സും നമുക്ക് അത്രയും വിലപ്പെട്ടതാണ്. ഇതേപോലെ ഓരോ ടൈപ്പ് സീറ്റിംഗ് അറേഞ്ച്മെന്റിനും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഓരോ ടൈപ്പ് സീറ്റിംഗ് അറേഞ്ച്മെന്റും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് ഡെയിലി നിങ്ങൾ മിനിമം ഒരു 10 പസിൽസ് പ്രാക്ടീസ് ചെയ്യുക. പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും കൂടെ മിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസണിങ് സെക്ഷനിൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിങ്ങൾക്ക് മാസ്റ്റർ ആകാം. ഡെയിലി ചെയ്യണം. ഈ പറയുന്ന ഓരോ കണ്ടീഷൻസുമായിട്ട് നമ്മൾ അഗാധമായ റിലേഷനിലായിരിക്കണം. ഒറ്റ തവണ വായിക്കുമ്പോൾ തന്നെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് വളരെ ഈസിയാണ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ, സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവരും. ഇനിയും നമ്മളോട് ഒരുപാട് ആസ്പിറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് വേണം ഓഫ്ലൈനായി. അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് നമ്മുടെ സൈലത്തിന്റെ വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 18-നാണ്.
അപ്പൊ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എന്താണ് കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രിലിംസ് കിട്ടണമെന്നാണോ? നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഉണ്ട്, നിങ്ങൾക്ക് ടോപ്പിക്സ് ഒക്കെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് പ്രാക്ടീസ് പ്രോപ്പറായിട്ട് എത്ര ക്വസ്റ്റ്യൻ റീസണിങ് ചെയ്യണം, എത്ര ക്വസ്റ്റ്യൻ ക്വാണ്ട് ചെയ്യണം, ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നറിയില്ല, ടൈമർ വെച്ചിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നറിയില്ല. നിങ്ങൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആയിരിക്കും നമ്മളുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സും, അതായത് ഓരോ ടോപ്പിക്കിനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാ ടോപ്പിക്സും നമ്മൾ ബേസ് പറഞ്ഞ് ക്ലാസ്സസ് പോകും. പക്ഷെ നമ്മൾ ഒരു റെഗുലർ ബാച്ചിലുള്ളതുപോലെ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് ഈ ബേസിൽ എവിടെയെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ, അതിന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ഓൺലൈൻ സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാ ടോപ്പിക്സിന്റെയും ഫ്രീ ഓൺലൈൻ സെഷൻ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കാനായിട്ട് നമ്മുടെ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ പറയും ഇന്ന ദിവസം നിങ്ങൾ ഇന്ന ക്ലാസ്സസ് കണ്ടിട്ട് വേണം നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് വരാൻ. അപ്പോൾ ഓരോ ദിവസവും ക്ലാസ്സസ് പോകുമ്പോൾ പാരലലി നിങ്ങൾ അത് ഫുൾ ഒരുമിച്ച് കണ്ടു തീർക്കണ്ട. നമ്മൾ തന്നെ നിങ്ങളോട് പറയും ഇന്ന ദിവസം നിങ്ങൾ ഇന്ന ക്ലാസ് കണ്ടേച്ചു വരിക, നാളെ ഇന്ന ടോപ്പിക്കാണ്. സോ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ക്ലാസ്സും, അതാത് ദിവസം 2 മണി തൊട്ട് 4 മണി വരെ പ്രാക്ടീസ് സെഷൻസും ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ ക്യാമ്പസിലിരുന്ന് പഠിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ് ടൈം ആണ് 10 to 4. സെറ്റ് ആണല്ലോ? അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ആക്കുക, അഡ്മിഷൻസ് ഉറപ്പിക്കുക. ജൂൺ 18 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ ചിലർ ചോദിക്കും നമുക്ക് ബേസ് ഇല്ല, ബേസ് തൊട്ട് പഠിക്കണമെങ്കിലോ? അതിനും നമ്മുടെ ഓഫ്ലൈനിൽ ബാച്ച് ഉണ്ട്. നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ബേസ് മുതൽ അഡ്വാൻസ് വരെ ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുക. എല്ലാം ഈ 2025 വരുന്ന എല്ലാ എക്സാംസിനും നമ്മളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, 7 മാസത്തെ ക്ലാസ് ആയിരിക്കും നമുക്ക് വരിക. നമ്മൾ ഒരു 6 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് സിലബസും അതേപോലെ തന്നെ പ്രാക്ടീസും ഉണ്ടായിരിക്കും. പിന്നെ അഡീഷണൽ നമുക്കൊരു 3 months ഇന്റൻസീവ് പ്രാക്ടീസ് സെഷൻ. നമ്മളുടെ ഓൾമോസ്റ്റ് എക്സാംസ് എല്ലാം ഫെബ്രുവരി 1 കഴിയും. സോ ജനുവരി 31 വരെയും നമ്മളുടെ ബാച്ചിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ഇത് രണ്ടും നമ്മൾ ഓഫ്ലൈൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ നമുക്ക് ഓൺലൈനിലും 2 ബാച്ച് ഉണ്ട്. റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ വളരെ വേഗത്തിൽ ജോയിൻ ചെയ്യുക, ലൈവിൽ വരിക. നിങ്ങൾക്ക് മിസ്സായി അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത സെഷൻസ് എത്രയും വേഗം എന്ത് ചെയ്യുക, റെക്കോർഡഡ് സെഷൻസ് കണ്ടുപഠിക്കുക. അതും ഈ പറഞ്ഞതുപോലെ 2025 വരുന്ന എല്ലാ എക്സാംസിനും നമ്മളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ എങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ചോദിക്കും നമുക്ക് ബേസ് തൊട്ട് പഠിക്കണമെങ്കിലോ, ഞങ്ങൾക്കൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് RRB PO ആൻഡ് ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ചിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാം ലൈവ് ക്ലാസ്സസ് ആണ്. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ചിലർക്കൊരു ഡൗട്ട് ഉണ്ട്, ഈ പേര് കേൾക്കുമ്പോൾ RRB PO ആൻഡ് ക്ലർക്കിന് മാത്രമാണോ? നമ്മുടെ ബാങ്ക് എക്സാമിന്റെ പ്രത്യേകത എന്താ? എല്ലാത്തിനും ഒരേ സിലബസ് ആണ്. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മൾ ജനുവരി 31 വരെ നമ്മളുടെ ബാച്ചിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. എല്ലാ എക്സാംസിനും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ബേസ് മുതൽ അഡ്വാൻസ് വരെ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാത്തിനുമുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഒട്ടും സമയം കളയാതെ ഇരിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.